നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ അയ്യോ ആരത്? നീ അവള് മനങ്ങാനോ? ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരം പിടിച്ച തീർന്നു. അതെ, അവിടെ കഥ തുറന്നാ മതി. ഞാൻ ഈ നാട്ടിലുണ്ടാവും. എന്താ ചേച്ചി വന്നേ? എന്താ ചേച്ചി പറയാം, നിങ്ങൾ ഇങ്ങോട്ട് വാ. അതെ അജയൻ, വാ, അകത്ത് മുറിയിലുണ്ട്. വാ. തുറക്കാം. പേടിക്കണ്ട, ഒട്ടും പേടിക്കണ്ട. അകത്ത് കൊട്ടിയിട്ടിട്ടുണ്ട്. ചേച്ചി ഇങ്ങോട്ട് മാറിക്കേ, ഞാൻ നോക്കട്ടെ. നാഗവലി, എടി നാഗവലി, എടി വാതില് തുറക്കടി. നാഗവലി, എടി നാഗവലി. നാഗവലി, വാതില് തുറക്കാനാ പറഞ്ഞേ. വാതില് തുറക്കടി. ഇല്ലെങ്കിൽ തല്ലി പൊളിക്കും ഞങ്ങള്. തുറക്കടി. നമ്മളെന്നെ എന്ത് ചെയ്യും? ചെന്ന് തുറക്ക്. അല്ല, അവള് മാറി കഥ തല്ലി പൊളിക്കും. ശരി. അജയൻ എവിടെ? അജയനോ? എവിടെങ്ങുമില്ല. നീ എന്താ വാതിൽ തുറക്കാൻ താമസിച്ചു? അത് ഞാൻ ബാത്റൂമിലായിരുന്നു. നീ എന്താ ബാത്റൂമിൽ പെറ്റി കിടക്കായിരുന്നോ? പിടിക്കടി. ഇത് പിന്നെ ആരടി കിടക്കുന്നേ? ഞാനെന്താ ഇവിടെ? എണീറ്റ് വാടാ.
നാണം ഇല്ലടാ നിനക്ക്. നാണം ഉണ്ടാക്കാനല്ല, ഞങ്ങളുടെ ഉള്ള നാണം പോകാതിരിക്കാനാ. നീ ചുമ്മാ കാര്യം അറിയാതെ എന്റെ മൈഥിലി ഇങ്ങനെ. എനിക്കൊന്നും അറിയണ്ട. ഇതിൽ കൂടുതൽ എന്തറിയാനാ? ഞങ്ങൾ അതിനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാഞ്ഞിട്ടാണോ ഇവൻ കട്ടന്റെ അടിയിൽ കയറി ഒളിച്ചിരുന്നേ? അത് പിന്നെ ഞാൻ എന്റെ എന്തോ ഒരു സാധനം ഇവിടെ താഴെ വീണത്. ഏത് സാധനം ഇവിടെ കാണാതെ പോയത്? എന്താ എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. അതുകൊണ്ടല്ലേ ചോദിച്ചത്. ഇവനും ഇവളും കൂടി മുറി കയറി കഥ അടച്ചു. ശ്ശേ. അത് ഞാൻ പറഞ്ഞിട്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞിട്ടേ ഇവരൊരുമിച്ചൊരു ഡിസ്കഷനിലായിരുന്നു. വാതിലടച്ചിട്ടായിരുന്നോ ഡിസ്കഷൻ? അതും ഞാൻ പറഞ്ഞിട്ട് തന്നെയാ. അകത്ത് പറയുന്നത് മറ്റാരും കേൾക്കാതിരിക്കാൻ. എന്തായിരുന്നു ഇത്ര വലിയ ഡിസ്കഷൻ? ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ടാവും. എന്നാലും നീ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. നൃത്ത മത്സരത്തെ കുറിച്ചായിരുന്നു ഡിസ്കഷൻ. ഓ, നിന്നെ തോൽപ്പിക്കാനുള്ള പദ്ധതികൾ ഇവർ തയ്യാറാക്കുകയായിരുന്നു. എന്താ വിശ്വാസം വരുന്നില്ലേ? ഞാൻ വന്ന് വിളിച്ചാൽ മാത്രമേ കഥവ് തുറക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അല്ലടാ? അതെ 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 അതെ. ഇനി ആർക്കെങ്കിലും വേറെന്തെങ്കിലും അറിയാനുണ്ടോ? കേട്ടല്ലോ. എന്നാ പിന്നെ പിരിഞ്ഞു പൊയ്ക്കൂടെ? നിങ്ങളിതൊന്നും കണ്ട് പേടിക്കണ്ട. ഞാനിവിടെ ഉള്ളപ്പോ നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. അജയ, ഓ ഡിസ്കഷൻ കഴിഞ്ഞെങ്കിൽ പോയി കിടന്നുറങ്ങും. ഓ ശരിയേട്ടാ. ഗുഡ് നൈറ്റ്. ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ് ഏട്ടാ. ടീച്ചറെ, വാതിലടച്ചോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. അടക്കല്ലേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഒരു കാര്യം പറയാതെ എനിക്ക് ഉറക്കം വരൂല. എന്താ? എന്റെ ഈ ഏട്ടൻ ഒരു ഭയങ്കര മണ്ടനല്ലേ? അത് അജയന് വെറുതെ തോന്നുന്നതാ. ഒന്നും കാണാതെ എന്തായാലും അയാൾ നമ്മളെ രക്ഷിക്കില്ല. അയാൾക്ക് നമ്മളറിയാത്ത എന്തോ ഒരു ലക്ഷ്യമുണ്ട്. സൂക്ഷിക്കണം. നീ എന്നെ ചതിക്കായിരുന്നല്ലടാ. എന്നെ കൊല്ലാൻ കൊട്ടേഷനായിട്ട് വന്നുള്ളതാണെന്നാകില്ലല്ലടാ. നിന്നെ കുറ്റം പറയാനും പറ്റൂല. കാരണം നീ നിന്റെ ജോലിയാണല്ലോ ചെയ്തത്. പക്ഷെ അവൻ എന്റെ കൂടപ്പറപ്പ് അജയൻ, അവൻ എന്നോടിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഓർക്കുമ്പോ എനിക്ക് സങ്കടമല്ല, പകയുമല്ല, എന്തോ ഒരുതരം മരവിപ്പാ. ഇതുവരെ ഞാൻ ജീവിച്ചത് വെറുതെ ആയിപ്പോയല്ലോ എന്നൊരു തോന്നൽ. സാരമില്ല, അതെല്ലാം ചേർന്നതാണല്ലോ ജീവിതം. മുതലാളി എന്നോട് ക്ഷമിക്കണം. ജീവിക്കാൻ വേണ്ടി ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് പോക്രിത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിനക്ക് കൂറുമാറി എൻ്റെ കൂടെ നിന്നുകൂടെ?